നമസ്കാരം. 2024 എന്ന പുതുവർഷം ആരംഭിച്ചിരിക്കുന്ന സമയമാണ് ഇത്. ഈ പുതുവർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. തിരുവോണ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഈ പ്രധാനമായും 2024 എന്ന പുതുവർഷത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അതേപോലെ തന്നെ ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സൗഭാഗ്യം നേടിക്കൊടുക്കുന്നതുമാകുന്നു. അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. പ്രധാനമായും ഇത് തിരുവോണ നക്ഷത്രക്കാരുടെ സമ്പൂർണമായ പുതുവർഷ ഫലമാകുന്നു. തിരുവോണ നക്ഷത്രക്കാർക്ക് ദുരിതങ്ങൾക്ക് വളരെയധികം സാധ്യത കൂടുതലുള്ള ഒരു സമയമാണ് 2024 എന്ന് തന്നെ പറയാം. എന്നാൽ കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുന്നതാകുന്നു. ബന്ധുക്കളാൽ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾക്ക് ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാഹചര്യം കൂടുതൽ തന്നെയാകുന്നു. ഗുണകരമായ മാറ്റങ്ങൾ, ഗുണകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന ഒരു വർഷം തന്നെയാണ് 2024 എങ്കിൽ പോലും അശ്രദ്ധയാൽ ദുരിതങ്ങൾക്കും സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ദേഷ്യം തന്നെയാകുന്നു. ദേഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നേരിടേണ്ടതായി വരിക. അതേപോലെ തന്നെ സംസാരം ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധങ്ങൾ നഷ്ടമാകുന്നതിനും വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ പോലും നഷ്ടമാകുന്നതിനും അത് കാരണമായി തീരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം കുറയുന്നതിനും അതേപോലെ തന്നെ ജീവിതത്തിൽ പ്രധാനമായും ഭാഗ്യം അകന്നു പോകുന്നതിനും കാരണമായി തീരാം. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ 2024 എന്ന പുതുവർഷത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും തുളസിമാല ഭഗവാന് ചാർത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. നിങ്ങളുടെ എല്ലാ മാസവും ജന്മനക്ഷത്ര ദിവസം ഇപ്രകാരം ചെയ്യുന്നത്, ഈ വഴിപാട് ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഇനി നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എടുത്തുചാട്ടമാകുന്നു. ഒരു കാര്യം കേൾക്കുമ്പോഴേക്കും അത് എടുത്തു ചാടി തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ശുഭകരമായ കാര്യങ്ങളാകാം, അതല്ല എങ്കിൽ നിങ്ങൾക്ക് എതിരായി വന്നു ചേരുന്ന കാര്യങ്ങളാകാം. രണ്ട് കാര്യങ്ങളാണ് എങ്കിൽ പോലും എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുന്നതിനാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയോ അല്ലെങ്കിൽ ലഭിക്കേണ്ട ലാഭങ്ങൾ ലഭിക്കാത്ത അവസ്ഥയോ വന്നു ചേരാം. അതിനാൽ ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാകുന്നു. ഏത് കാര്യവും മനസ്സിലാക്കുന്നതിന് മുൻപ് പ്രതികരിക്കാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക. ആദ്യം അതേക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ കാര്യവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുവാൻ പാടൂ. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ദോഷം മാത്രമേ വന്നു ചേരൂ എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. കുടുംബത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ വന്നു ചേരും. ഐക്യമില്ലായ്മ സംഭവിക്കാവുന്നതാണ്. അതിനാൽ തന്നെ കുടുംബത്തിൽ വിള്ളൽ വീഴാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വിള്ളൽ വീഴാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരുമ്പോൾ രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. കൂടാതെ തൊഴിൽപരമായി വളരെയധികം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാകുന്നു. ശമ്പളം പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതലാകുന്നു. വിദേശത്തേക്ക് പോലും ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ജോലിക്കായുള്ള ശ്രമങ്ങൾ ഈ സമയം നടത്തുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാകുന്നു. വളരെ കാലമായി വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ, അതായത് വിവാഹം നടക്കാത്തവരാണ് എങ്കിൽ വിവാഹം നടക്കുവാൻ സാധ്യത ഉള്ള ഒരു വർഷം തന്നെയാണ് 2024. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ ഈ വർഷം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം സാമ്പത്തിക സ്ഥിതി അല്പം മോശമാകാനുള്ള സാധ്യത കൂടുതലാകുന്നു. അത് പല കാര്യങ്ങളായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാകുന്നു. സാമ്പത്തിക സ്ഥിതി മോശമാവുകയും കടബാധ്യതകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ ചെയ്യുന്ന പ്രവർത്തികളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു. വിദ്യയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് എന്ന് തന്നെ പറയാം.
ഈ സമയം വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും എങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ട ചില വഴിപാടുകളുണ്ട്. ആ വഴിപാടുകൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും വിദ്യയിൽ പെട്ടെന്ന് ഉയർച്ച നേടുവാൻ വിദ്യാർത്ഥികൾക്കും മറ്റും സാധിക്കുന്നതുമാണ്. പ്രധാനമായും നിങ്ങൾ സരസ്വതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. വിദ്യാസൂക്ത അർച്ചന നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. കൂടാതെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പ്രത്യേകിച്ചും തിങ്കളാഴ്ച ദിവസം ദർശനം നടത്തുകയും നെയ്വിളക്കും ഭാഗ്യസൂക്തവും കൂടാതെ അഘോര മന്ത്രാർച്ചനയും നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. അതിനാൽ വിദ്യാർത്ഥികൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം തന്നെയാകുന്നു. അതേപോലെ തന്നെ വീട്, വസ്തു, വാഹനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് സമയം. ഈ സമയം ഇത്തരം കാര്യങ്ങൾ വാങ്ങുവാനായി ശ്രമങ്ങൾ നടത്തുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും അത് വളരെ അനുകൂലമായി തന്നെ നിങ്ങൾക്ക് മാറും എന്ന കാര്യവും ഓർക്കുക. പങ്കാളിയുമായി ബന്ധപ്പെട്ടും വളരെ അനുകൂലമായ സമയം തന്നെയാണ് വന്നു ചേരുക. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വളരെയധികം സന്തോഷം നിങ്ങൾക്ക് പകർന്നു നൽകുന്ന പല കാര്യങ്ങളും ഈ സമയം സംഭവിക്കും എന്ന കാര്യവും ഓർത്തിരിക്കുക. മനക്ലേശങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. പലവിധ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരാം. അത്തരം ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും വരുമ്പോൾ തന്നെ ഒഴിവാക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അമിതമായി ഒരു കാര്യവും നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ പാടുള്ളതല്ല. ചിന്ത വേണം, പക്ഷേ അത് ആവശ്യത്തിന് മാത്രം. ഒരിക്കലും അമിതമായ ചിന്തയിലേക്ക് പോകുവാൻ പാടുള്ളതല്ല. കൂടാതെ തെറ്റിദ്ധാരണകൾ ഈ സമയം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. വലിയ ആപത്തുകൾ പല രീതിയിൽ നിങ്ങളെ ബാധിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കുക എന്ന കാര്യം നിങ്ങൾ ചെയ്യുന്നതാകുന്നു. പക്ഷേ ആ ഉപദേശങ്ങൾ തനിക്ക് അനുകൂലമാകുമോ എന്ന കാര്യം ചിന്തിച്ചതിന് ശേഷം ആ ഉപദേശവുമായി മുന്നോട്ട് പോകേണ്ടതാകുന്നു. സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്നാൽ നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന കഷ്ടതകളും ദുരിതങ്ങളും ചിങ്ങമാസത്തിന് ശേഷം ഗുണകരമായി നിങ്ങൾക്ക് ഭവിക്കും. അല്പം ഉയർച്ച ഈ സമയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ലാഭം വർദ്ധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം റിസർച്ചുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ശുഭകരമായ സമയമാകുന്നു. കൂടാതെ ടെക്നിക്കൽ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികൾക്കും ജോലി ലഭിക്കുവാനും വിദ്യയിൽ ഉയർച്ച നേടുവാനും സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഇത്. നിങ്ങളുടെ ജീവിതത്തിൽ അഭിമാനം ഉയർത്തുവാൻ സാധിക്കുന്ന നിരവധിയാർന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക. കൂടാതെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഈ സമയം വളരെയധികം നേട്ടങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരും. ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക. ശരിയായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചാൽ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. എന്നിരുന്നാലും ദുരിതങ്ങൾക്ക് സാധ്യത ഉണ്ട് എന്ന കാര്യം ഓർക്കുക. ചിങ്ങമാസം വരെ വളരെയധികം സൂക്ഷിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതുമാകുന്നു. അതല്ല എങ്കിൽ കടബാധ്യതകൾ നിങ്ങൾക്ക് വന്നു ചേരാം.